ഭാഗ്യശാലിയായ ശരത്ത് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ ശരത്. ശരത്ത്, എന്തുകൊണ്ടാണ് ഈ പുകിലുകളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ചിരിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ അവിടെ. ശരത്ത്, എന്തുകൊണ്ടാണ് ശരത്ത് ഇത് അറിഞ്ഞപ്പോ തന്നെ എന്തായിരുന്നു ശരത്തിന്റെ ഒരു മനസ്സിൽ? സന്തോഷം തോന്നിയായിരുന്നു. ഈ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു പോകും, ആ രീതിയിലുള്ള വെപ്രാളൊക്കെ അല്ല. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല. ആ, സ്ഥിരം എടുക്കാറുണ്ടോ? ലോട്ടറി എടുക്കാറുള്ള ആളാണോ? ഫസ്റ്റ് ടൈമാണ് ഞാൻ മെമ്പർ എടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ആ, അപ്പൊ ശരത്ത് എങ്ങനെയാ അവിടുന്ന് നമ്മൾ സാധാരണ ചിലപ്പോ യാത്ര ചെയ്ത് പോകുമ്പോ പെട്ടെന്ന് ഒരെണ്ണം എടുക്കാൻ തോന്നി? ഞാനപ്പോ സ്ഥിരം അവിടെ കൂടി എപ്പോഴും പോണതാണ്, എന്റെ ഓഫീസിലേക്ക് പോണ അത് വഴിക്കാണ്. അപ്പൊ അത് കാരണം ഞാൻ അവിടെ ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ മേടിച്ചെന്നുള്ളതേ ഉള്ളൂ. അതെയോ? എന്നിട്ട് അത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ശരത്ത്, ഇപ്പൊ ഈ ഭാഗ്യശാലി അതൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു, പിന്നെ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നോ വാർത്തകളിലൊക്കെ വരുമ്പോ? വാർത്തകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ പുറത്തൊന്നും പറയാഞ്ഞേ? കൂട്ടുകാരോടൊന്നും പറഞ്ഞില്ലേ? എല്ലാം നമുക്ക് ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കൺഫർമേഷൻ ആകാതെ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. വീട്ടിലെ എന്താ അവസ്ഥ? വൈഫും എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. വലിയ സന്തോഷം എന്നൊന്നും പറഞ്ഞാ പോരാ ഇതിന്, അല്ലേ? സന്തോഷം പറഞ്ഞാ പോരാ ശരത്. ശരത്, ഈ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരുപാട് പേര് പൈസ ചോദിച്ചു വരും, പിന്നീട് സുഹൃത്തുക്കളായിരുന്നവർ തന്നെ പിന്നീട് ശത്രുക്കളായി മാറുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ പൈസ എങ്ങനെ വിനിയോഗം ചെയ്യണമെന്ന് അറിയാത്ത ടെൻഷൻ, ഇതൊക്കെ ഉണ്ടാവും. ശരത്തിന് അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. ശരത് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്ന? പെയിന്റ് കടയിൽ ജീവനക്കാരനാണ് ശരത്. എത്ര വർഷമായി? ഞങ്ങള് നിപ്പോൺ പെയിന്റിന്റെ ഓഫീസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിപ്പോൺ പെയിന്റ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമാണ് ബില്ലിംഗ് ഉള്ളത്. അപ്പൊ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓഫീസാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ചെയ്യാൻ പോണേ കാശുണ്ട്? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വീടൊക്കെ ഉണ്ടോ സ്വന്തമായിട്ട്? ഉണ്ട്. നമ്മളിങ്ങനെ പറയുമല്ലോ, വീട് വെക്കണം, വണ്ടി വാഹനം വാങ്ങണം, കാറ് വാങ്ങണം, ഓരോരോ കാര്യങ്ങൾ. അതൊക്കെ നമ്മളെല്ലാം ഇതിന് ശേഷം പ്ലാൻ ചെയ്തിട്ട് ആയതിനു ശേഷം ചെയ്യാന്ന് വെച്ചിട്ടിരിക്കും. ഏതെങ്കിലും സാമ്പത്തിക ബാധ്യതകളോ അങ്ങനെയൊക്കെ ഉണ്ടോ? കുറച്ച് വീട് വെച്ചതിന്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പൈസയൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ കുഞ്ഞിന്റെ ഭാവി കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള നല്ല രീതിക്ക്. കുഞ്ഞാണോ ശരത്തിന്? അതെ. ഒരു വീട്ടിലപ്പോ ഭാര്യ, കുഞ്ഞ്, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്, ബ്രദറും ഉണ്ട്. ബ്രദർ അനിയനാണോ? അതെ. ഓക്കെ. അപ്പൊ വീട് സ്വന്തമായിട്ടുണ്ട്, ഇപ്പോ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. നല്ല വീട് വെക്കണം. ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അടച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ വലിയ സന്തോഷം. എനിക്കും സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ സന്തോഷം. നേരത്തെ നമ്മുടെ അശ്വിൻ പറഞ്ഞത് ശരത്ത് കേട്ട് കാണുമല്ലോ. ഈ മറ്റുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. നമുക്ക് അടിച്ച പോലത്തെ സന്തോഷമാണ് പലപ്പോഴും. അത് ഇന്ന ആളാണെന്ന് അറിയുമ്പോൾ അതും സന്തോഷം. അതൊക്കെ തന്നെ മാനുഷികമായ ചില മൂല്യങ്ങളുടെ ഒരു ഒപ്പമാണ്, അല്ലെ? അപ്പൊ വലിയ സന്തോഷമായിരിക്കുക. അപ്പൊ ഒരുപാട് ശത്രുക്കളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. വീട് വാങ്ങുക, അങ്ങനെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് യു ശരത്. ഓണം ബമ്പർ 25 കോടിയുടെ ഭാഗ്യശാലിയോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത്താണ് ആ ഭാഗ്യവാൻ. ആലപ്പുഴയിലെ ബാങ്കിൽ ശരത്ത് ടിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ശരത്ത് നെട്ടൂരിലെ കടയിൽ നിന്നാണ് ലോട്ടറി എടുത്തത്. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.